ഞാൻ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് എനിക്കിപ്പോൾ മാസ്റ്റേഴ്സിൽ കിട്ടിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് ഹാപ്പിയാണ്. എൻ്റെ പേര് എൽദോ. എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്താണ് പഠിച്ചത്. ഞാൻ ഡിഗ്രി DC ആണ് പാസ്സായത്. ഹായ് എൽദോ. ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സിനാണല്ലോ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു കിട്ടിയത്? DIT എന്ന് ഡെക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പിന്നെ ഞാൻ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് എനിക്കിപ്പോൾ മാസ്റ്റേഴ്സിൽ കിട്ടിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് ഹാപ്പിയാണ്. ജർമ്മനി പോകണം തന്നെയായിരുന്നോ ഡ്രീം ആയിരുന്നത്, അത് വേറെ ഏതെങ്കിലും കൺട്രി ആയിരുന്നോ പ്രിഫറൻസ് ഉണ്ടായിരുന്നത്? അല്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഡാൽഫിൻ എന്ന് പറഞ്ഞ് അവരും സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നോക്കിയിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അവൻ ജർമ്മനിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയതിനെ കുറിച്ച്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു തോട്ട് വന്നത്, പുറത്തേക്ക് പോകാം എന്നുള്ളത് വന്നത്. അതുകൊണ്ട് ചൂസ് ചെയ്യുന്നു. അപ്പൊ തന്നെ ഏജിനെ കോണ്ടാക്ട് ചെയ്തു? അതെ, അവനും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നോക്കി കുറെ അന്വേഷിച്ച്. അപ്പം അങ്ങനെയാണ് അവനാണ് അതിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ആ കൂടെ അവനൊപ്പം അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് നമുക്ക് ഒരു വേണ്ട രീതിക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി വരുന്നു. ഉറപ്പായിട്ടും എനിക്ക് ചോദിക്കുന്ന റെസ്പോൺസ് കിട്ടി. എല്ലാ A to Z കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാം തുടക്കത്തിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ടാകും. ഓൾറെഡി ഇങ്ങനെ അറിയുന്നോ തന്നെ ഈ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ജർമ്മനിക്ക് വേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇല്ല, എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. എല്ലാം അവര് തന്നെ പറഞ്ഞത് അവരെ ചെയ്യുകയായിരുന്നു. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ജർമ്മനി തന്നെ അറിയാലോ, ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പബ്ലിക് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ ഇതിൽ തന്നെയാണ് പബ്ലിക് രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്ത് അപ്ലൈ ചെയ്തത്. എൽദോ, ഈ ജർമ്മനിക്ക് പോകാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവര് പേരൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർക്കും ഇൻട്രസ്റ്റഡ് ആയിരുന്നു പുറത്തേക്ക് പോവുക, എബോർഡ് സ്റ്റഡീസ് ഒക്കെ. കാരണം എൻ്റെ ബ്രദർ ഓൾറെഡി എബോർഡ് ഉണ്ട്, വേറെ കൺട്രിയാണ്. പക്ഷെ എന്നാലും നമുക്ക് എബോർഡ് സ്റ്റഡീസ് ഒക്കെ ഭയങ്കര താല്പര്യവും ഇൻട്രസ്റ്റഡ് ആണ്. PhD ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ സ്മൂത്ത് ആയിട്ട് പോയിരുന്നു? സ്മൂത്ത് ആയിട്ടാണ്. ഞാൻ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ദിവ്യ എന്ന ചേച്ചിയാണ് റെസ്പോണ്ട് ചെയ്തത്. ആൾ തന്നെയാണ് ഇതുവരെ ഓഫ് ലെറ്റർ വന്ന വരെയുള്ള ടൈം ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോൾ മെസ്സേജ് അയച്ചാലും അപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യും. വേറെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ റെസ്പോൺസും വന്നതിന് ഭയങ്കര ഹാപ്പിയാണ്. ഇതുവരെ എല്ലാ പ്രോസസ്സിലും സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു ഫോർ ചേച്ചി, താങ്ക് യു ഫോർ എവരി വൺ. പ്രത്യേകിച്ച് ജിബി ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു.